ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ കൊച്ചിനെ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പറഞ്ഞാൽ എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു 200 മീറ്റേഴ്സൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും രാവിലെ നല്ല ഒരുങ്ങി സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് അമ്പലത്തിൽ വന്നു. അമ്പലം എപ്പോഴൊക്കെ അമ്പലത്തിൽ വന്നാലും ഒരു ഹോംലി ഫീലാണ്. ലൈക്ക് എനിക്കൊരു ഓർമ്മയായപ്പോൾ മുതൽ കാണുന്നതല്ലേ, അമ്പലത്തിൻ്റെ ഒരു സോളാണ് കേട്ടോ. മാവ് എന്ത് ഭംഗിയെന്നില്ല, ഭയങ്കര പഴക്കമുള്ള മാവ്. അതിങ്ങനെ ഏറ്റവും ഇങ്ങനെ താന്ന് വളരെ ഭയങ്കര മാവിങ്ങനെ താന്ന് കിടക്കും. ഭയങ്കര രസമാണ് കഴിച്ചത്. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും ഒരു പച്ച തീമാണ്. അമ്പലത്തിൽ വന്ന് നമ്മൾ സുന്ദരനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് അവനാണേ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ചോറുണ്ടാൻ പോകുന്ന ദിവസം അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് കണ്ടോ മാവ് കണ്ടോ കഴിച്ചു, ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ നല്ല താന്ന് ഏത് കൊച്ചു പിള്ളേർക്ക് വേണ്ടില്ല അതിൽ നിന്ന് പറിക്കാത്ത രീതിയിലാണ് ആ മാവ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്ന് ചോറൂന്നുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓരോ അമ്പലത്തിലും ഓരോ രീതിയിലാണ്. അരുൺചേട്ടൻ്റെ അവിടുത്തെ അമ്പലത്തിൽ വെളിയിൽ വെച്ചാണ് നമുക്ക് ചോറ് കൊടുത്തത്. ഇവിടെ നമ്മൾ അമ്പലത്തിനകത്തിരുത്തിയാണ് ചോറ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അരുൺചേട്ടൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇച്ചിരി പേരേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവന് ചോറ് കൊടുത്തത് സ്വർണ്ണത്തിലാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ സ്വർണ്ണം വായി വിട്ടു അങ്ങനെയല്ല, അതായത് നമ്മൾ സ്വർണ്ണമോതിരത്തിലാണ് ചോറ് ചാലിച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആസ് യൂഷ്വൽ ചോറ് കൊടുത്തപ്പോൾ അവന് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. പായസം കൊടുത്തപ്പോൾ ഹി വാസ് സോ ഹാപ്പി. ആരൊക്കെ പായസം കൊടുത്തു അവരോടൊക്കെ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ അമ്മ വീഡിയോ എടുത്തുകൊണ്ട് ഓണാക്കാൻ മറന്നുപോയി. സോ ഞാൻ കൊടുക്കുന്ന വീഡിയോ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവന് ചോറൊക്കെ കൊടുത്ത് വെളിയിലോട്ട് ഇറങ്ങി അവനെ മുഖമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കയറാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാനാണെങ്കിൽ എനിക്ക് ഈ അമ്പലത്തിൽ ഭയങ്കര രസമായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ഈ മാവ് അതിൻ്റെ ഒരു ഭംഗി എങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ തല തിരിച്ചും കുത്തിയൊക്കെ പിടിച്ച് നോക്കിയിട്ടും കണ്ടില്ലേ, നമുക്കിങ്ങനെ ഏതൊരു കൊച്ചു പിള്ളേർക്ക് വെള്ളം നിലത്തൊന്നും തൊടാവുന്ന രീതിയിലാണ് മാവ്. ഭയങ്കര തണലായിട്ട് ഒരു അമ്പലത്തിൻ്റെ ഒരു സോളാണ് ഈ അമ്പലത്തിനകത്ത് ഇങ്ങനൊരു മാവ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. എന്നിട്ട് നമ്മൾ അവനെ കൊണ്ട് വലത്ത് വെക്കാൻ പോകണം ഗൈസ്. നല്ല രസമില്ലേ. മാവിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ ഓരോ തവണ ഷോട്ട് എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ ഒരു നാളെ ഭയങ്കര രാവിലെ ഒരു 8:30 ആ ഒരു സമയമായതുകൊണ്ട് ഭയങ്കര ഒരു ഈസ്തറ്റിക് വൈബായിരുന്നു ഗൈസ്. അമ്പലം കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ആ പ്രദേശമേ ഇത് ആക്ച്വലി മലമേൽക്കാവ് എന്നാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പേര്. ഇതൊരു മലയുടെ മുകളിൽ ഇരിക്കുന്ന അമ്പലമാണ്. അപ്പം ആ മലയുടെ മുകളിൽ ഇത്ര നല്ലൊരു അമ്പലവും ഈ ഒരു ആംബിയൻസൊക്കെ അതൊക്കെ അടിപൊളിയില്ലേ. ഇതാണ് ഞങ്ങളുടെ സർപ്പക്കാവിൻ്റെ ആംബിയൻസ്. എൻ്റെ പോലും ഒരു രക്ഷയില്ല. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് പേടിയാവും, പക്ഷേ അങ്ങനെയല്ല, അകത്ത് ഭയങ്കര രസമാണ്. അങ്ങനെ സുന്ദരൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അവനിതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ്, പുതിയ കാര്യങ്ങളല്ലേ. അങ്ങനെ അവനെ സർപ്പക്കാവിൽ കൊണ്ടുപോയി തൊഴിച്ചു. അതിന് ശേഷം നമ്മൾ ബലിശമായ എൻ്റെ കാലുകൾ കണ്ടില്ലേ. സർപ്പക്കാവിൻ്റെ വെളി കണ്ടോ ഗൈസ്, ഒരു ചെടിയാണ്. ആ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് രസമാണ്. എന്നിട്ട് ഈ വീഡിയോയിൽ എൻ്റെ ഫ്രെയിംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സങ്കടം പറഞ്ഞുകൊണ്ട് അനുചേട്ടൻ എനിക്ക് എടുത്തുന്ന വീഡിയോ ഉണ്ട് ഗൈസ്. കണ്ടോ നല്ല രസമില്ലേ. സാരി കൊടുത്തിട്ട് സെറ്റ് മുണ്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ കിട്ടാൻ തന്നെ വിഷമം എനിക്ക് നല്ലതായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്ത് രസമാണ്. ഞാൻ ഇപ്പോൾ അമ്പലത്തിൻ്റെ ഒരു വ്യൂ എടുത്താൽ എന്ത് രസമാണ് ഗൈസ്. ഒരുപാട് മാവൊക്കെ. ഇതാണ് നമ്മുടെ കഥയിലെ താരം. 8:30 ചോറൂണാന്ന് പറഞ്ഞുകൊണ്ട് 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ കസിനെയാണ് നിങ്ങൾ കാണുന്നത്. അവൾ വന്നപ്പോഴത്തേക്കും ചോറൂണും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരൊക്കെ വീട്ടിലും പോയി. പിന്നെ അവളെ വെയിറ്റ് ചെയ്ത് ഞാനവിടെ ഇരിക്കുമായിരുന്നു. പഞ്ച്വാലിറ്റി ഭയങ്കരമായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് അവൾ വന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ടാൽ പിന്നെ ഫുൾ ഗോസിപ്പാണ്. ഞാനവളിങ്ങനെ കഥ പറഞ്ഞ് അവൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ സുന്ദരൻ ചോറൂണൊക്കെ കഴിഞ്ഞതിന് ക്ഷീണത്തിൽ ഞാൻ ഭയങ്കര ഉറക്കാണ്. അവൻ ഉറങ്ങുന്നത് ഭയങ്കര രസമാണ് കാണാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ചക്കിടാൻ പോകണം. നമ്മുടെ അമ്മാവൻ്റെ പറമ്പിൽ ചക്കിടാൻ പോകണം ഗൈസ്. അപ്പോൾ 2 പിള്ളേരും കൂടിയൊക്കെ വന്നിട്ടുണ്ട്. രസമാണ് ഗൈസ്. അതായത് താഴെ പോയി പറിക്കാനുള്ള മഴ കാരണം വഴിയിൽ നിന്ന് തന്നെ നമ്മൾ ചക്കിടാൻ വിദഗ്ധമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അരുൺചേട്ടനെ എൻ്റെ അമ്മേനെയാണ്. അങ്ങനെ അവർ വളരെ സക്സസ്ഫുള്ളി നമ്മൾ ചക്കിട്ടു ഗൈസ്. ചക്കിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. സക്സസ്ഫുള്ളി ചക്ക കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ അരുൺചേട്ടൻ ചക്ക എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ നമ്മുടെ ചക്ക ഇടിയിൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചക്കയിട്ട സന്തോഷത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ചക്ക വറുത്ത് തിന്നു ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാണല്ലോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ചക്ക വറുത്തതിന്.
അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ 2-3 ഫോട്ടോസും കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ ഗൈസ്. About the story.